ഒരു തുണിക്കഷ്ണം കൊടുത്തവർക്ക് എത്ര ഉപകാരം ഉണ്ടായിരുന്നു. ഇതെന്തിനങ്ങനെ കാട്ടിയത്? അന്നാണത്. ഇതിനു വേണ്ടിയിട്ട് 1000 നരകം കോരിയിട്ടൊക്കെയാണ് ഓരോരുത്തർ ജീവിച്ചു പോണത്. ആരും തരാനില്ലാത്ത ആൾക്കാർ എത്രങ്ങാനും മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ. ആർക്കെങ്കിലും തുള്ളി വെള്ളം ഞങ്ങള് ഈ അരിയൊക്കെ പാടെ കൊണ്ടേ റൂമിൽ വെച്ച് കൂട്ടി വെച്ചങ്ങാണ്ട് ഞങ്ങള് ഇവിടെ പട്ടിണി ഭാര്യരായിട്ട് വെള്ളപ്പൊക്കം കൊണ്ട് പണിയെടുക്കാൻ പോകാനും വെജാ പുറത്തേക്ക് ഇറങ്ങാനും വെജാതെ ഞങ്ങൾ കുടുങ്ങി കുത്തിരിക്കും. 1 കിലോ അരി കിട്ടിയെങ്കിൽ 10 എന്ന് വിചാരിച്ചാണ് കുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ അരി കൊണ്ടേ പൂർത്തിയിടേണ്ട ആവശ്യം. എടുക്കാനുമില്ല, ഒന്നും എടുക്കാനുമില്ല, ഒരു വീട്ടിൽ വിളിക്കും പറഞ്ഞില്ല. അങ്ങനെ ഞമ്മക്കെല്ലാം തരണ്ട പോലെ ഇതിവിടെ കൊണ്ട് വെച്ചിട്ട് കാണണ്ടോ? ഞമ്മക്കെല്ലാം തരണ്ട പോലെ ഇതിവിടെ കൊണ്ട് വെച്ചിട്ട് കാണണ്ടോ? ഞങ്ങൾക്ക് അവകാശപ്പെട്ട മോലാണ് അത്. ഞങ്ങൾ നാട്ടിലേക്ക് അവകാശപ്പെട്ട മോനെ ഡ്രസ്സൊക്കെ കീറി ഡ്രസ്സാണ് ആട്ട്. അപ്പൊ എനിക്ക് തരണ്ട മോനെ, എനിക്ക് തരണ്ട അതിവിടെ മാറ്റമില്ല. കാണുന്നുണ്ടോ? ഒരു കാര്യമുണ്ടോ? അതിവിടെ മാറ്റിട്ട് കാണുന്നില്ല. ഇതൊക്കെ എന്റെ അവകാശം ഞങ്ങളാണ്. നാട്ടിൽ ഞങ്ങളെ ഞങ്ങളെ മക്കളെ കൊറല്ല ഇല്ല. ഇതൊക്കെ നമുക്ക് തരണ്ടല്ലേ? ഇതെന്തുകൊണ്ട് ഇതൊക്കെ വിളിച്ചത്? ഇത് കാണണം, കേൾക്കണം, നാട്ടിൽ കേൾക്കണം, കേൾക്കണ്ടേ? നിലമ്പൂരിലേക്ക് പ്രളയ ദുരിതാശ്വാസമായി രാഹുൽ ഗാന്ധി MP നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തിവെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് നൽകിയ ഭക്ഷ്യധാന്യങ്ങളാണ് പൂഴ്ത്തിവെച്ചത്. ഇപ്പോൾ നിലമ്പൂരിൽ ഒരു CPMന്റെ പ്രതിഷേധത്തിന്റെ വാർത്ത വരികയാണ്. വിചിത്രമായൊരു ന്യായമുണ്ട്. രാഹുൽ ഗാന്ധി നൽകിയ പ്രളയ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യാതെ നശിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗോഡൌണിൽ തള്ളിയ കിറ്റുകൾ പുഴുവരിച്ച നിലയിലാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. CPMന്റെ രാഹുൽ ഗാന്ധി നേരത്തെ വിതരണത്തിന് കോൺഗ്രസ് പ്രാദേശിക കമ്മിറ്റിയെ ഏൽപ്പിച്ച ഭക്ഷ്യക്കിറ്റുകൾ പുഴുവരിച്ച നിലയിൽ എന്നുള്ളതാണ് ആക്ഷേപം. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രശാന്ത് നിലമ്പൂർ ചേർന്ന്. പ്രശാന്ത്, വിവരങ്ങൾ.